ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. ഇന്ന് ഞാൻ വന്നത് ഒരു സൂപ്പർ കഥയായിട്ടാണ്. എല്ലാവർക്കും ഈ കഥ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കഥ കേൾക്കാം. സെൻറ്റ് മേരീസ് കോളേജ് വരാന്തയിലൂടെ അഭിഷേക് കിതച്ചുകൊണ്ട് ഓടുകയാണ്. സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. അവിടെ 2ാം വർഷ സുവോളജി വിദ്യാർത്ഥിയാണവൻ. രേവതി മിസ്സിൻ്റെ ക്ലാസ്. ഓർക്കുമ്പോൾ തന്നെ അവൻ്റെ വയറ്റിലൊരു കാളൽ വന്നു. ആ കോളേജിലെ ഏറ്റവും കർക്കശക്കാരിയായ അധ്യാപികയാണ് രേവതി. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പ്രകൃതം. 40കളിലേക്ക് കടന്നെങ്കിലും ശരീര സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അവളെ തോൽപ്പിക്കാൻ കോളേജിലെന്നല്ല ആ പഞ്ചായത്തിൽ തന്നെ ആരുമില്ല. നല്ല ഉയരമുള്ള ശരീരഘടന, ഒതുങ്ങാൻ പാടുപെടുന്ന അരക്കെട്ടും, പിന്നെ ദൈവം വരദാനമായി കൊടുത്തത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഇല്ല. വെളുത്തു തുടുത്ത മുഖത്ത് റോസ് നിറത്തിലുള്ള അധരങ്ങൾ, അതിനു മുകളിലായി എപ്പോഴും കനിഞ്ഞു വരുന്ന വിയർപ്പ് കണങ്ങൾ അവൾക്ക് പ്രത്യേക ആകർഷണം നൽകുന്നു. ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെയും സ്വപ്ന റാണിയാണെങ്കിലും അവളുടെ സ്വഭാവം അറിയുന്ന ആരും അവളോട് മുട്ടാൻ വരാറില്ല. ഷോ, ഇന്നും ലേറ്റായി, അവൻ മനസ്സിൽ പ്രാഗി. ഇനി അവളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. ക്ലാസ് മുറിയുടെ വാതിൽക്കൽ കിതച്ചുകൊണ്ട് അവൻ നിന്നു. ക്ലാസ്സിൽ നോക്കിയപ്പോൾ രേവതി മിസ് അറ്റൻഡൻസ് എടുക്കുന്ന തിരക്കിലാണ്. അവളുടെ കണ്ണുകൾ അവൻ്റെ നേർക്ക് പാളി വീണു. ആ നോട്ടം കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. മിസ്, കയറിക്കോട്ടെ? അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. എങ്ങോട്ടായി തള്ളിപ്പിടിച്ച്? അവൾ ക്ഷുഭിതഭാവത്തോടെ അവനെ നോക്കി. ക്ലാസ്സിലെ മറ്റ് വിദ്യാർത്ഥികളെല്ലാം ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. തോന്നുമ്പോൾ വരാൻ ഇത് സത്രമൊന്നുമല്ല. ഇവിടെ ഒരു ടൈമിംഗ് ഒക്കെയുണ്ട്. താല്പര്യമുള്ളവർ മാത്രം പഠിച്ചാൽ മതി. നിന്നെയൊന്നും പഠിപ്പിച്ച് പാസ്സാക്കിക്കൊള്ളാമെന്ന് എനിക്ക് നേർച്ചയൊന്നുമില്ല. മര്യാദയ്ക്ക് പുറത്തു നിന്നോ. അഭിഷേകിൻ്റെ മുഖം വിളറി വെളുത്തു. ക്ലാസ് മുറിയിൽ ഒരു തരം നിശബ്ദത തളം കെട്ടി നിന്നു. ഫസ്റ്റ് അവർ കഴിഞ്ഞ് അവൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അഭിഷേക് പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു. അവനെ മൈൻഡ് പോലും ചെയ്യാതെ അവൾ നടന്നു നീങ്ങി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചതിനുള്ള അമർഷം ഇരച്ചു വന്നെങ്കിലും അവൻ്റെ കണ്ണുകൾ അതൊന്നും പ്രകടമാക്കിയില്ല. തന്നെ കടന്ന് ഒരു പ്രത്യേക താളത്തിൽ നടന്നകലുന്ന ടീച്ചറുടെ ചവിട്ടടിയിലും ആ താളത്തിനൊത്ത് ഇളകിയാടി സ്റ്റാഫ് റൂമിലേക്ക് നീങ്ങുന്ന ടീച്ചറിനെയും അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അടുത്ത ദിവസം ലാബിൽ വെച്ചായിരുന്നു ക്ലാസ്. രേവതിയുടെ സാധാരണ ക്ലാസ് മുറിയുടെ കർക്കശ സ്വഭാവം ലാബിൽ പലപ്പോഴും ഇരട്ടിയാണ്. ഓരോ മൈക്രോസ്കോപ്പും സ്ലൈഡുകളും വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. പാരമീസിയത്തിൻ്റെ ഘടന ആയിരുന്നു അന്നത്തെ പഠന വിഷയം. ലാബിൽ കയറിയപ്പോൾ മുതൽ അഭിഷേകിന് ഒരു തരം പിരിമുറുക്കമുണ്ടായിരുന്നു. ഓരോ ബെഞ്ചിലും 2 പേർ വീതം. മൈക്രോസ്കോപ്പും സ്ലൈഡുകളും ലാബ് അസിസ്റ്റൻ്റ് നേരത്തെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. രേവതി ക്ലാസ്സിലെത്തി. ആദ്യം ശ്രദ്ധിച്ചത് ഓരോ വിദ്യാർത്ഥിയും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അവരുടെ ശബ്ദം ലാബിൽ മുഴങ്ങി. പാരമീസിയത്തിൻ്റെ ടെമ്പററി മൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാതെ തെറ്റായ രീതിയിൽ ചെയ്ത് ഉപകരണങ്ങൾ കേടുവരുത്തരുത്. അഭിഷേക് തൻ്റെ ബെഞ്ചിലിരുന്ന് ശ്രദ്ധയോടെ സ്ലൈഡ് തയ്യാറാക്കുകയായിരുന്നു. തലേ ദിവസത്തെ ക്ലാസ്സിൽ രേവതി മിസ്സിൻ്റെ ശാസനകൾ അവനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നൊരു തെറ്റും വരുത്തരുതെന്ന് അവൻ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. എന്നാൽ ചെറിയൊരു അശ്രദ്ധ അവന് വിനയായി. സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെക്കുന്നതിനിടെ ഒരു തുള്ളി വെള്ളം സ്റ്റേജിന് പുറത്തേക്ക് തെറിച്ചു. അഭിഷേക്! രേവതി മിസ്സിൻ്റെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവൾ അവൻ്റെ നേരെ വരികയായിരുന്നു. എന്താ അവിടെ കാണിക്കുന്നത്? ഇത് വെള്ളം കളിക്കാനുള്ള സ്ഥലമാണോ? സോറി മിസ്, കയ്യബദ്ധത്തിൽ, അവൻ വിറയലോടെ പറഞ്ഞു. കയ്യിലെ വെള്ളം തുടച്ചു നീക്കാൻ ശ്രമിച്ചു. കയ്യബദ്ധത്തിൽ? ഓരോ ഉപകരണവും എത്ര വിലപ്പെട്ടതാണെന്നറിയാമോ തനിക്ക്? മൈക്രോസ്കോപ്പിൻ്റെ സ്റ്റേജിലേക്ക് വെള്ളം തെറിച്ചാൽ എന്താവുമെന്നറിയില്ലേ?
അലക്ഷ്യമായി കൈകാര്യം ചെയ്യാൻ ഇത് നിങ്ങളുടെ വീട്ടിലെ കളിപ്പാട്ടങ്ങളല്ല. രേവതിയുടെ കണ്ണുകൾ തീക്ഷ്ണമായിരുന്നു. ഇതിനൊക്കെയാണ് നിങ്ങൾ ഫീസ് കൊടുക്കുന്നത്. ഒരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെയാണ് ഓരോരുത്തരും വരുന്നത്. അവൾ അടുത്തേക്ക് വന്ന് സ്റ്റേജിലെ വെള്ളം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു മാറ്റി. ഇങ്ങനെയുള്ള വിഡ്ഢികൾക്ക് എൻ്റെ ലാബിൽ സ്ഥാനമില്ല. പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ വന്ന് ഈ ഉപകരണങ്ങൾ നശിപ്പിക്കരുത്. വീട്ടിലിരിക്കുന്നതാണ് ഇതിലും നല്ലത്. അവൻ്റെ മുഖം ചുവന്നു. ക്ലാസ്സിലെ മറ്റുള്ളവരെല്ലാം തനകുനിച്ചിരുന്നു. ചിലർ അവനെ സഹതാപത്തോടെ നോക്കി. ചിലർ രേവതി മിസ്സിൻ്റെ കോപത്തെ ഭയന്ന് അനങ്ങാതെയിരുന്നു. അഭിഷേകിന് വല്ലാത്ത അപമാനം തോന്നി. ഒന്നും പറയാനില്ലാതെ അവൻ തലതാഴ്ത്തി നിന്നു. അവൻ്റെ മനസ്സിൽ നിറയെ പ്രതിഷേധമുയർന്നെങ്കിലും അവനൊന്നും ഉരിയാടാൻ കഴിഞ്ഞില്ല. കോളേജിൽ വാർഷിക ഫെസ്റ്റ് നടക്കുകയാണ്. പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന രേവതി ടീച്ചർ ഇത്തരം ആഘോഷങ്ങളിൽ അധികം താല്പര്യം കാണിക്കാറില്ല. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന നിലയിൽ അവർക്ക് ഫെസ്റ്റ് പാടെ അവഗണിക്കാനായില്ല. സാധാരണ അക്കാഡമിക അന്തരീക്ഷത്തിൽ നിന്ന് മാറി കോളേജ് ഒരു ഉത്സവപ്പറമ്പ് പോലെ ആയിരിക്കുന്നു. വിദ്യാർത്ഥികൾ തമാശകളിലും കളികളിലുമായി തിരക്കിലാണ്. അഭിഷേക് ഫെസ്റ്റിൻ്റെ സംഘാടക സമിതിയിലെ അംഗമായിരുന്നു. ഓരോ കാര്യത്തിനും ഓടി നടക്കുന്നതിനാൽ അവൻ ക്ഷീണിതനായിരുന്നു. തിരക്കിനിടയിൽ അവൻ ഫെസ്റ്റിൻ്റെ ജനറൽ കോർഡിനേറ്ററായ അർഷാദ് സാറിന് കൊടുക്കാനുള്ള ഒരു ലിസ്റ്റ് കയ്യിൽ വെച്ച് ടീച്ചർമാരുടെ റൂമിനടുത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് രേവതി ടീച്ചർ സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഫെസ്റ്റിൻ്റെ ബഹളത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആരുമില്ലാത്ത ഒരു കോണിലിരുന്ന് അവർ ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ഒരു തരം വിഷാദഭാവം തളം കെട്ടിയിരുന്നു. സംസാരം പതിഞ്ഞതായിരുന്നു. എങ്കിലും ചില വാക്കുകൾ അഭിഷേകിൻ്റെ കാതുകളിൽ പതിഞ്ഞു. എനിക്കൊറ്റയ്ക്കിത് താങ്ങാൻ വയ്യ. ഞാൻ എന്ത് ചെയ്യണമെന്നും കൂടെ പറഞ്ഞതാ. അഭിഷേക് അപ്രതീക്ഷിതമായി ആ കാഴ്ച കണ്ടപ്പോൾ ഒരു നിമിഷം തരിച്ചു നിന്നു. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രേവതി ടീച്ചറായിരുന്നു അത്. ക്ലാസ്സിൽ പുലിയായി മാറുന്ന, ആരെയും അടുപ്പിക്കാത്ത ആ കർക്കശക്കാരിയായ അധ്യാപികയുടെ ദുർബലമായ ഒരു വശം. അവൻ്റെ മനസ്സിൽ ഒരു തരം അത്ഭുതവും ഒപ്പം ചെറിയൊരു കൗതുകവും ഉടലെടുത്തു. തൻ്റെ ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ച് ആരും തന്നെ കാണുന്നില്ല എന്നുറപ്പ് വരുത്തി അവൻ രേവതിയെ തന്നെ നോക്കി നിന്നു. ക്ലാസ്സിൽ എല്ലാവരുടെയും മേലേക്ക് ചാടി വീഴുന്ന ചീറ്റപ്പുലിയായ രേവതി മിസ് അല്ല ഇപ്പോൾ സ്റ്റാഫ് റൂമിലിരിക്കുന്ന സൗമ്യയായ ഈ രേവതി മിസ്. ശാന്ത സ്വഭാവത്തോടെ ഇരിക്കുന്ന അവളുടെ സൗന്ദര്യം അവൻ മതിയാവോളം ആസ്വദിച്ചു. എത്ര നല്ല സുന്ദരിയാണ് രേവതി മിസ്. ഈ ചാടിക്കടിക്കുന്ന സ്വഭാവത്തിന് പകരം സൗമ്യമായ പെരുമാറ്റമായിരുന്നേൽ എത്ര നന്നായേനെ. ടീച്ചറുടെ ശരീരപ്രകൃതിക്കും സൗന്ദര്യത്തിനും ചേർന്നത് അത്തരത്തിലുള്ള സൗമ്യമായ പെരുമാറ്റമാണ്. അവൻ അവിടെ നിന്ന് ഓർത്തു. പേടമാനിൻ്റെ രൂപവും ചീറ്റപ്പുലിയുടെ സ്വഭാവവും, അതാണ് ക്ലാസ്സിലുള്ള രേവതി ടീച്ചർ. എത്ര വെറുപ്പ് തോന്നിയാലും ടീച്ചറുടെ സൗന്ദര്യത്തോടുള്ള തൻ്റെ ആസക്തി അവൻ അടക്കാനായില്ല. ആരെയും തന്നെ കാണുന്നുണ്ടോ എന്ന് ഒരിക്കൽ കൂടെ ചുറ്റും നോക്കി. മിസ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ കാണും എന്നുള്ള ഭയവും അവനിലുണ്ടായിരുന്നു. അവൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്ന് മെല്ലെ നടന്നു നീങ്ങി. അർഷദ് സാറിനെ കണ്ടയുടൻ ലിസ്റ്റ് കൈമാറിയെങ്കിലും രേവതി ടീച്ചറുടെ ആ രൂപം അവൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. ഫെസ്റ്റ് കഴിഞ്ഞ് രാത്രി ഒത്തിരി വൈകിയാണ് അവൻ വീട്ടിലെത്തിയത്. പകല് കണ്ട കാഴ്ച അവൻ്റെ മനസ്സിൽ അപ്പോഴും നിൽപ്പുണ്ടായിരുന്നു. മുറിയിൽ കയറി ഡോറ് കുറ്റിയിട്ട ശേഷം ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ കിടന്ന് കണ്ണുകൾ അടച്ച് തൻ്റെ സ്വപ്നറാണിയെ മനസ്സിലേക്ക് ആവാഹിച്ചു. ടീച്ചറെ പോലെ ഒരു പെൺകുട്ടിയെ അല്ല, ടീച്ചറെ തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നുള്ള അതിമോഹം അവനിൽ ഉടലെടുത്തു. ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെങ്കിൽ പോലും ടീച്ചറുമായുള്ള സുന്ദര സ്വകാര്യ നിമിഷങ്ങൾ അവൻ സ്വപ്നം കണ്ടു തുടങ്ങി. അങ്ങനെ എപ്പോഴോ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ദിവസം കഴിയുന്തോറും രേവതി ടീച്ചറോടുള്ള അവൻ്റെ അടങ്ങാത്ത ആഗ്രഹം കൂടിക്കൂടി വന്നു. അവൾ അടുത്തു വരുമ്പോൾ അവൾ ഉപയോഗിക്കാറുള്ള
ഡയോർ പോയിസൺ പെർഫ്യൂമിൻ്റെ സുഗന്ധം അവനെ ലഹരി പിടിപ്പിച്ചു. അവളെ അടുത്തറിയാൻ പ്രേരിപ്പിക്കുന്നൊരു മാന്ത്രിക സ്പർശം ആ പെർഫ്യൂമിൻ്റെ സുഗന്ധത്തിനുണ്ടായിരുന്നു. ഒളിഞ്ഞും മറഞ്ഞും ടീച്ചറെ കണ്ട് ആസ്വദിക്കാനുള്ള ഒരവസരവും അവൻ പാഴാക്കിയില്ല. എന്നും രാത്രിയിൽ അവൻ്റെ സ്വപ്നത്തിൽ അവൾ കടന്നു വരാൻ തുടങ്ങി. മറ്റെന്തിനേക്കാളും രേവതി ടീച്ചർ അവന് ഇമ്പോർട്ടൻ്റായി തോന്നി തുടങ്ങി. കിട്ടുന്ന അവസരത്തിലൊക്കെ രേവതി അവനെ ശകാരിച്ചും ആക്ഷേപിച്ചും ദിവസങ്ങൾ മുന്നോട്ട് പോയി. അവൻ്റെ മേൽ അധികാരത്തോടു കൂടി സംസാരിക്കുന്നത് അവളും ആസ്വദിച്ചിരുന്നു. ഒരു ദിവസം, അവധിയുള്ള ദിവസം രാവിലെ അഭിഷേക് ബൈക്കുമെടുത്തിറങ്ങി ടൗണിനപ്പുറമുള്ള അമ്മാവൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. യാത്രാമധ്യയുള്ള ചെറിയ ടൗൺ പിന്നിട്ട് റോഡിൻ്റെ ഒരു വളവ് തിരിഞ്ഞതും അവൻ്റെ കണ്ണുകൾ ഒരു കാറിലുടക്കി. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ആ കാറ് അവനൊരു പരിചയമുള്ളതുപോലെ തോന്നി. അവൻ ബൈക്ക് വേഗത കുറച്ച് നമ്പർ പ്ലേറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കി. രേവതി മിസ്സിൻ്റെ കാർ, അവൻ മനസ്സിൽ പറഞ്ഞു. കാറിനടുത്ത് റോഡിലേക്ക് കണ്ണു നട്ട് ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ രേവതി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ഒരു തരം നിസ്സഹായത നിഴലിച്ചിരുന്നു. അവൻ ബൈക്ക് റോഡരികിൽ നിർത്തി. മിസ് എന്താ ഇവിടെ? അഭിഷേക് ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. അവനെ കണ്ടതും രേവതിയുടെ മുഖം പ്രകാശിച്ചു. അവളുടെ ഉള്ളിലെ പിരിമുറുക്കം അയഞ്ഞത് ആ മുഖത്ത് വ്യക്തമായിരുന്നു. കാറിൻ്റെ ടയർ പഞ്ചറായി വഴിയിലായതായിരുന്നു അവൾ. ഞായറാഴ്ച ആയതുകൊണ്ട് വർക്ക്ഷോപ്പുകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അഭിഷേകിനെ അവിടെ കണ്ടുമുട്ടിയത്. പതിവായി കാണാറുള്ള ജാഡഭാവത്തിന് പകരം അവളുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഒരു നേർത്ത ചിരി വിരിഞ്ഞു. കാറ് പഞ്ചറായി, അവൾ നിസ്സംഗതയോടെ പറഞ്ഞു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വർക്ക്ഷോപ്പൊക്കെ അവധിയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. അത്രയുള്ളോ കാര്യം? സ്പെയർ ടയറുണ്ടോ കാറിൽ? അവൻ്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ആ ഉണ്ട്, അവൾ തലയാട്ടി. എങ്കിൽ പേടിക്കണ്ട, ഞാൻ മാറ്റിത്തരാം. അവൻ്റെ വാക്കുകൾ അവൾക്ക് വലിയ ആശ്വാസമായി. അഭിഷേക് അധികം ചിന്തിച്ചു നിൽക്കാതെ വേഗം കാറിൻ്റെ ഡിക്കി തുറന്ന് സ്പെയർ ടയർ പുറത്തെടുത്തു. ജാക്കി വെച്ച് കാറ് പൊക്കി പഞ്ചറായ ടയർ ഊരി മാറ്റാൻ തുടങ്ങി. ഒരു നിമിഷം പോലും പാഴാക്കാതെ എത്ര അനായാസമായാണ് അവൻ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് രേവതി അത്ഭുതത്തോടെ നോക്കി നിന്നു. ക്ലാസ് റൂമിൽ താൻ എന്നും വഴക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും മാത്രം ചെയ്യുന്ന ഇവന് നല്ല കരുത്തുള്ള ശരീരമാണെന്ന് അവൾക്ക് ബോധ്യമായി. മിസ് എവിടെ പോയതാ? അവൻ ടയർ മാറ്റുന്നതിനിടെ ചോദിച്ചു. ഇന്ന് വീട്ടിൽ അനിയത്തിയും മക്കളും വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാ. നീ വന്നത് വളരെ ഉപകാരമായി അഭിഷേക്, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. അവളുടെ മറുപടിയിൽ ഒരു നന്ദി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതൊന്നും സാരമില്ലെന്നേ, അവൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ജോലി തുടർന്നു. അല്പസമയത്തിനകം ടയർ മാറ്റി സെറ്റായി. എന്നാൽ മിസ് പൊയ്ക്കോ, സംഗതി സെറ്റാണ്, അഭിഷേക് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടെ അവൾ അവനോടായി പറഞ്ഞു, താങ്ക്സ് അഭിഷേക്. ചേച്ചി, മിസ് എന്നോട് താങ്ക്സ് പറയുകയോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൻ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് നിരാകരിച്ചു. രേവതി ഒരു നിമിഷം അവനെ നോക്കി. ആ നോട്ടത്തിൽ പതിവില്ലാത്തൊരു സ്നേഹവും കുറ്റബോധവും കലർന്നിരുന്നു. എന്നിട്ടവൾ കാർ മുന്നോട്ടെടുത്തു. കാർ ഓടിച്ചു പോകുമ്പോഴും രേവതിയുടെ മനസ്സിൽ അഭിഷേക് മാത്രമായിരുന്നു. തരം കിട്ടുമ്പോഴൊക്കെ വഴക്ക് പറയാനും കുറ്റപ്പെടുത്താനുമല്ലാതെ ആ കുട്ടിയോട് താൻ ഇതുവരെ മുതിർന്നിട്ടില്ല. അവനൊക്കെ മനസ്സിൽ നിറയെ തന്നോടുള്ള ദേഷ്യമായിരിക്കും എന്നാണ് കരുതിയത്. എന്നാൽ അവൻ്റെ ഇന്നത്തെ പെരുമാറ്റം കണ്ടപ്പോൾ സത്യത്തിൽ തലയ്ക്കൊരടി കിട്ടിയ പോലായിപ്പോയി. അവൾ ഓർത്തു. തൻ്റെ മൂർച്ചയുള്ള സ്വഭാവത്തെ ഓർത്ത് ആദ്യമായി അവളിൽ ഒരു തരം കുറ്റബോധം തോന്നി.
പിന്നീടുള്ള ദിവസങ്ങളിൽ രേവതിയുടെ പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചു. ക്ലാസ്സിൽ അവനെ കാണുമ്പോൾ പതിവില്ലാത്തൊരു മയത്തിൽ അവൾ പുഞ്ചിരിച്ചു. അറ്റൻഡൻസിൽ അവൻ്റെ പേര് വരുമ്പോൾ മുൻപ് ചുവന്ന മഷി കൊണ്ട് രേഖപ്പെടുത്തിയിരുന്ന എല്ലിനെ ഒഴിവാക്കി സാധാരണ ടിക്കറ്റ് അവൾ മുന്നോട്ട് പോകും. അവൻ്റെ അസാന്നിധ്യം പോലും അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ ക്ലാസ്സിൽ വൈകിയെത്തിയാൽ പോലും മുൻപത്തെ പോലെ വഴക്ക് പറയാതെ ഒരു നോട്ടം കൊണ്ട് കാര്യം പറഞ്ഞു വിടും. ഈ മാറ്റം അഭിഷേക് മാത്രമല്ല, ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികളും ശ്രദ്ധിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സുവോളജി ലാബിൽ വെച്ച് ഫിഷ് ഫാം മാനേജ്മെൻറ്റ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റുമായി അഭിഷേക് ബുദ്ധിമുട്ടുകയായിരുന്നു. സങ്കീർണമായ ഡേറ്റ വിശകലനവും കണക്കുകളും അവനെ വല്ലാതെ കുഴക്കി. ലാബിൽ മറ്റ് വിദ്യാർത്ഥികൾ ആരും ഉണ്ടായിരുന്നില്ല. ലാബ് അസിസ്റ്റൻ്റ് പോലും ഉച്ചഭക്ഷണത്തിന് പോയ സമയം. തല കുനിച്ച് റെക്കോർഡ് ബുക്കിലേക്ക് നോക്കി അവൻ നെടുവീർപ്പിട്ടു. അപ്പോഴാണ് രേവതി ലാബിലേക്ക് വന്നത്. കുറച്ച് പുതിയ മൈക്രോസ്കോപ്പ് സ്ലൈഡുകൾ നോക്കാൻ വന്നതായിരുന്നു അവർ. അഭിഷേകിനെ തനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ അവനടുത്തേക്ക് വന്നു. എന്താ അഭിഷേക് ഇവിടെ തനിച്ചിരിക്കുന്നത്? ക്ലാസ് ഇല്ലേ? അവളുടെ ശബ്ദത്തിൽ പതിവുള്ള കർക്കശതയ്ക്ക് പകരം ഒരുതരം വാത്സല്യം നിറഞ്ഞിരുന്നു. മിസ്, ഈ പ്രൊജക്റ്റിൻ്റെ ഡേറ്റ അനാലിസിസ് കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. അവൻ റെക്കോർഡ് ബുക്ക് അവൾക്ക് നേരെ നീട്ടി. മുഖത്തൊരുതരം നിസ്സഹായത കാണിച്ചെങ്കിലും അവൻ്റെ നോട്ടം നേരെ പതിച്ചത് അവളുടെ ശരീരത്തിലേക്കാണ്. രേവതി അവൻ്റെ റെക്കോർഡ് ബുക്ക് വാങ്ങി നോക്കി. ഓഹോ, ഫിഷ് ഫാം മാനേജ്മെൻറ്റോ? ഇത് കുറച്ച് ട്രിക്കിയാണ്. ഇരിക്ക്, നമുക്കൊരുമിച്ച് നോക്കാം. അവൾ അവൻ്റെ അടുത്ത കസേര വലിച്ചിട്ട് അവനോടൊപ്പം ഇരുന്നു. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ഒരു കൈയകലത്തിൽ അവളുടെ സാമീപ്യം അവൻ്റെ ഹൃദയം ധൃതിയിലിടിക്കാൻ തുടങ്ങി. ജനവാതിലിൽ കൂടി അരിച്ചിറങ്ങുന്ന ഇളം തെന്നൽ അവളുടെ മുടികളിൽ തട്ടി പരിമളമായ ഒരു മണം അവൻ്റെ നാസികയിലേക്ക് പ്രവേശിച്ചു. അവൾ കാണുന്നില്ല എന്നുറപ്പ് വരുത്തിയ അഭിഷേക് അവളുടെ മനോഹരങ്ങളായ കരിമിഴികളിലേക്കും പനിനീർ പുഷ്പം പോലുള്ള അധരങ്ങളിലേക്കും നോക്കിയിരുന്നു. ഇവിടെ നോക്കൂ അഭിഷേക്, ഈ ഡേറ്റ സെറ്റ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? അവൾ ശാന്തമായി ചോദിച്ചു. ചെറിയൊരു സംശയമുണ്ട് മിസ്. ഈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവൻ വിനയത്തോടെ ചോദിച്ചു. രേവതി അവൻ്റെ സംശയങ്ങൾ ക്ഷമയോടെ കേട്ടു. പേനയെടുത്ത് റെക്കോർഡ് ബുക്കിൽ ചില കാര്യങ്ങൾ എഴുതിയും വരച്ചും അവൾ വിശദീകരിച്ചു. ഇത് ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ഫിഷ് ഫാം മാനേജ്മെൻറ്റിൽ ഡേറ്റയുടെ കൃത്യത വളരെ പ്രധാനമാണ്. ഈ ഫോർമുല ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അവളൊരു ഫോർമുല എഴുതി കാണിച്ചു. ഓ, അതാണ് പ്രശ്നം മിസ്. ഈ ഫോർമുല എനിക്കത്ര പരിചയമില്ലായിരുന്നു, അഭിഷേക് പറഞ്ഞു. അതൊന്നും സാരമില്ല. തെറ്റുകൾ തിരുത്തി പഠിക്കുകയാണല്ലോ നമ്മൾ. നിനക്ക് പഠിക്കാനുള്ള താല്പര്യമുണ്ട്, അതെനിക്കറിയാം. രേവതി പതിയെ അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു. ആ വാക്കുകൾ അവനെ വല്ലാതെ സ്പർശിച്ചു. ആദ്യമായിട്ടാണ് അവൾ തന്നോടിങ്ങനെ സംസാരിക്കുന്നത്. അവൾ ഏകദേശം അരമണിക്കൂറോളം അവനോടൊപ്പം ഇരുന്ന് പ്രൊജക്റ്റിൻ്റെ ഓരോ ഭാഗവും വിശദീകരിച്ചു കൊടുത്തു. സംശയങ്ങൾ ചോദിക്കുമ്പോൾ ക്ഷമയോടെ മറുപടി നൽകി. അവൻ്റെ കഴിവുകളെ പ്രശംസിക്കുവാനും അവൾ മടിച്ചില്ല. നന്നായി ചെയ്തിട്ടുണ്ട് ഈ ഡേറ്റ കളക്ഷൻ. ഇനി ഈ അനാലിസിസ് കൂടെ കൃത്യമാക്കിയാൽ മതി, രേവതി പറഞ്ഞു. നിനക്ക് മനസ്സിലായോ ഇപ്പോൾ? മനസ്സിലായി മിസ്, ഒരുപാട് നന്ദി. മിസ്, ഇത് പൂർത്തിയാക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല, അഭിഷേക് ആത്മാർത്ഥമായി പറഞ്ഞു. എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത് അഭിഷേക്. ഞങ്ങൾ ടീച്ചേഴ്സ് ഇവിടെ ഉള്ളത് നിങ്ങളെ സഹായിക്കാനാണ്. രേവതി അവനെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ മുൻപ് കണ്ടിട്ടില്ലാത്തൊരു സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു.
അവൾ ലാബിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അഭിഷേക് റെക്കോർഡ് ബുക്ക് മാറ്റിപ്പിടിച്ച് അവളുടെ ബാക്കിലേക്ക് നോക്കി നിന്നു. മിസ്സിൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റം അവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ടാക്കി. പ്രൊജക്റ്റ് സഹായത്തിന് ശേഷം രേവതി ടീച്ചറും അഭിഷേകും തമ്മിലുള്ള അടുപ്പം പതിയെ വളർന്നു. ക്ലാസ് മുറിക്ക് പുറത്തും അവർ സംസാരിക്കാൻ തുടങ്ങി. അക്കാഡമിക് കാര്യങ്ങൾക്കപ്പുറം പൊതുവായ വിഷയങ്ങളിലും അവർക്ക് താല്പര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അഭിഷേക് വെറുമൊരു മടിയനായ വിദ്യാർത്ഥിയല്ലെന്നും ഉത്തരവാദിത്ത ബോധമുള്ളവനും സഹായിക്കാൻ മനസ്സുള്ളവനുമാണെന്ന് രേവതിക്ക് ബോധ്യമായി. അവരുടെ ബന്ധം ഒരു അധ്യാപിക വിദ്യാർത്ഥി ബന്ധത്തിനപ്പുറം പരസ്പര ബഹുമാനത്തിലും സൗഹൃദത്തിലും അധിഷ്ഠിതമായി മാറി. ഒരു വൈകുന്നേരം അഭിഷേക് തൻ്റെ വീട്ടിലിരുന്ന് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുകയായിരുന്നു. പെട്ടെന്നാണ് രേവതി മിസ്സിൻ്റെ ഒരു വാട്സാപ്പ് മെസ്സേജ് അവൻ നോട്ടിഫിക്കേഷൻ കണ്ടത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ വേഗം വാട്സാപ്പ് ചാറ്റ് തുറന്നു. രേവതി: ഹായ്. ഹായ് മിസ്. നീ ബിസിയാണോ? അല്ല മിസ്, എന്തേ? എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം. ഫ്രീ ടൈമിൽ ഒന്ന് വിളിക്കാമോ? അവൻ ഉടൻ തന്നെ ടീച്ചറെ തിരിച്ചു വിളിച്ചു. ഹലോ മിസ്. എന്താ മിസ്? എടാ, എനിക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് ഇടുക്കി വരെ ഒന്ന് പോകേണ്ടതുണ്ട്. നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വരാമോ? രേവതിയുടെ ശബ്ദത്തിൽ ഒരു തരം അങ്കലാപ്പുണ്ടായിരുന്നു. പിന്നെന്താ, പോകാമല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അവൻ മറുപടി പറഞ്ഞു. അമ്മയുടെ വകയിലുള്ള കുറച്ച് വസ്തുവകകളും തറവാടും അവിടെയുണ്ട്. അതൊന്ന് വിൽക്കാനുള്ള ചില പേപ്പർ വർക്കുകൾ ശരിയാക്കാനാണ് പോകുന്നത്. ഓഹോ, എന്നിട്ട് മിസ് ഒറ്റയ്ക്കാണോ പോകുന്നത്? അഭിഷേക് ചോദിച്ചു. സാധാരണ ഞാൻ ഹസ്ബൻഡിനെ കൂടെയാണ് പോകാറുള്ളത്. അദ്ദേഹം വിദേശത്താണ്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് വേറെ ആരെയും കൂടെ കൂട്ടാനുമില്ല. അതിനെന്താ മിസ്, ഞാൻ വന്നോളാം, നോ പ്രോബ്ലം. സത്യം പറഞ്ഞാൽ ഇത്ര ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകാൻ എനിക്ക് ധൈര്യമില്ല. ഒരു 2 ദിവസത്തെ പ്ലാനാണ്. അവൾ ഒരല്പം നിർത്തിയിട്ട് തുടർന്നു. അവളുടെ ശബ്ദത്തിൽ ഒരുതരം അപേക്ഷയുണ്ടായിരുന്നു. അഭിഷേകിന് അധികം ആലോചിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജ് ലീവായതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ടീച്ചർക്ക് തന്നെ അത്രയധികം വിശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് സന്തോഷം തോന്നി. മിസ്, ഞാൻ വരാം, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. മിസ് എപ്പോഴാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്? ഞായറാഴ്ച രാവിലെ ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഓ ശരി, അന്ന് രാവിലെ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. ആ സംഭാഷണം അവസാനിക്കുമ്പോൾ അവളുടെ മനസ്സിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയ ആശ്വാസമായിരുന്നു. അഭിഷേകിൻ്റെ കാര്യത്തിൽ താൻ എത്ര തെറ്റായിരുന്നു എന്ന് അവൾ വീണ്ടും ഓർത്തു. അഭിഷേകിനാകട്ടെ ടീച്ചർ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ വലിയ സന്തോഷം തോന്നി. അവളെ അടുത്ത് കിട്ടുന്ന അവസരം പാഴാക്കാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. അങ്ങനെ കാത്തിരുന്ന ആ ഞായറാഴ്ച എത്തി. രാവിലെ 9 മണിയോടെ അഭിഷേക് രേവതിയുടെ വീട്ടിലെത്തി. സാധാരണ കോളേജിൽ കാണുന്ന ടീച്ചറായിരുന്നില്ല അവിടെ അവനെ കാത്തിരുന്നത്. ഒരിളം റോസ് നിറമുള്ള ചുരിദാറായിരുന്നു അവളുടെ വേഷം. അഴിച്ചിട്ട മുടിയിഴകൾ കാറ്റിൽ പാറി പറന്നു. ഒരു ചിരിയോടുകൂടി അവൾ അവനെ വരവേറ്റു. അവളുടെ കണ്ണുകളിൽ ഒരു തരം തിളക്കമുണ്ടായിരുന്നു. ചെത്തായിട്ടുണ്ടല്ലോ. അവന് ജ്യൂസ് കൊടുക്കുന്നതിനിടെ രേവതി അവനെ പ്രശംസിച്ചു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം പോകുന്ന ഒരു ലോങ് ട്രിപ്പാണ്, പിന്നെ ചെത്താവാതെ പിന്നെ അഭിഷേകം വിട്ടുകൊടുത്തില്ല. എങ്കിൽ വൈകിക്കണ്ട, നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങ് എത്തണം, രേവതി ബാഗ് കാറിൽ കയറ്റുന്നതിനിടെ പറഞ്ഞു. തൻ്റെ കയ്യിലുള്ള ബാഗ് പുറകിലുള്ള സീറ്റിലേക്ക് വെച്ച് അവനും കാറിലേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അവൾ സൈഡ് മിററിലൂടെ അവനെ നോക്കി ചിരിച്ചു. തന്നെ ഈ വസ്ത്രത്തിൽ കണ്ട അഭിഷേകിൻ്റെ മുഖത്ത് വന്ന തെളിച്ചം മനസ്സിലാക്കിയ രേവതി അവനോട് പറഞ്ഞു. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സിങ്ങിൽ? സാധാരണ സാരിയിൽ കാണുന്നത് കൊണ്ടായിരിക്കുമല്ലേ ഈ മാറ്റം?
മിസ്സ് സാരിയിലും ചുരിദാറിലും എല്ലാം സുന്ദരിയാണ്, പക്ഷേ ഇന്ന് കുറച്ചുകൂടി ചെറുപ്പമായിട്ടുണ്ട്, അഭിഷേക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ട് അവൾക്ക് സന്തോഷമായി. യാത്ര തുടങ്ങി. നഗരത്തിലെ തിരക്കേറിയ റോഡുകൾ പിന്നിട്ട് കാർ ഹൈവേയിലേക്ക് പ്രവേശിച്ചു. കാറിനുള്ളിൽ ഒരു തരം ശാന്തത തളം കെട്ടി നിന്നു. പതിയെ പതിയെ സംഭാഷണങ്ങൾ തുടങ്ങി. ആദ്യം കോളേജിൻ്റെ കാര്യങ്ങൾ, പിന്നെ പഠനം, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. രേവതി ടീച്ചർ അഭിഷേകിൻ്റെ കുടുംബത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമെല്ലാം കൂടുതൽ ചോദിച്ചറിഞ്ഞു. അവൻ തുറന്ന് സംസാരിച്ചു. ജീവിതത്തിൽ താൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പഠനത്തോടുള്ള താല്പര്യം, പക്ഷേ അതിന് വിലങ്ങുതടിയാവുന്ന സാഹചര്യങ്ങൾ എല്ലാം അവൻ അവളോട് പങ്കുവച്ചു. അവൾ ക്ഷമയോടെ കേട്ടു. അവളുടെ മുഖത്ത് ഒരു തരം സഹാനുഭൂതി നിഴലിച്ചിരുന്നു. എനിക്കൊരിക്കലും നിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മോനെ. രേവതിയുടെ ശബ്ദമിടറി. എല്ലാം ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് മാത്രം കണ്ടു. നിന്നെ ആവശ്യമില്ലാതെ വിഷമിപ്പിച്ചു. അയ്യോ മിസ്, അങ്ങനെയൊന്നും പറയരുത്. മിസ്സിൻ്റെ ദേഷ്യം എനിക്കറിയാം. അതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നല്ലോ, അഭിഷേക് പറഞ്ഞു. അതൊരു തുടക്കമായിരുന്നു. അധ്യാപിക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ അതിരുകൾ പതിയെ മാഞ്ഞു തുടങ്ങി. അവർ പരസ്പരം കൂടുതൽ തുറന്ന് സംസാരിച്ചു. രേവതി ടീച്ചർ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ചില വിഷമങ്ങളെക്കുറിച്ചുമെല്ലാം അവനോട് പങ്കുവച്ചു. ഭർത്താവ് വിദേശത്തായതുകൊണ്ടുള്ള ഒറ്റപ്പെടൽ, തറവാട് വിൽക്കേണ്ടി വരുന്നതിലുള്ള സങ്കടം, അങ്ങനെ പലതും. വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് അവരുടെ കാറ് പാലക്കാടിൻ്റെ ചൂടിലേക്ക് പ്രവേശിച്ചു. ചുറ്റും പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും. പിന്നീട് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ. രേവതി ടീച്ചർ ഡ്രൈവ് ചെയ്യുമ്പോൾ അഭിഷേക് അവൾക്ക് വഴി പറഞ്ഞു കൊടുത്തു. പാട്ടുകൾ വെച്ച് കേട്ടു. ചില പാട്ടുകൾക്ക് അവർ ഒരുമിച്ച് താളം പിടിച്ചു. ഉച്ചഭക്ഷണത്തിനായി വഴിയിലുള്ള ഒരു ചെറിയ ഹോട്ടലിൽ നിർത്തി. സാധാരണ ക്യാൻറ്റീനിൽ മാത്രം കാണുന്ന രേവതി ടീച്ചർ തന്നോടൊപ്പം ചിരിച്ചും തമാശ പറഞ്ഞും ഇരിക്കുന്നത് അഭിഷേകിന് വല്ലാത്തൊരനുഭവമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് അഭിഷേകാണ് വണ്ടി ഓടിച്ചത്. പാലക്കാടൻ സമതലങ്ങൾ പിന്നിട്ട് അവർ പതിയെ മല കയറി തുടങ്ങി. ചുരം കയറുന്തോറും കാലാവസ്ഥ മാറി മറിഞ്ഞു. ചൂട് കുറഞ്ഞു. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ, കോടമഞ്ഞിൽ പുതഞ്ഞ താഴ്വരകൾ, വളഞ്ഞു പുളഞ്ഞ റോഡുകൾ. ഇടുക്കിയുടെ സൗന്ദര്യം അവരെ വരവേറ്റു. ഡ്രൈവ് ചെയ്യുമ്പോൾ അഭിഷേക് കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടു. മിസ്, ഇടുക്കി ഒരു രക്ഷയുമില്ലാത്ത സ്ഥലമാണല്ലോ. വന്നില്ലായിരുന്നുവെങ്കിൽ നഷ്ടമായേനെ, അവൻ ആവേശത്തോടെ പറഞ്ഞു. അതെ, അതുകൊണ്ടാണ് എനിക്കിവിടം വിൽക്കാൻ വല്ലാത്തൊരു വിഷമം. അമ്മയുടെ ഓർമ്മകളുള്ള സ്ഥലമാണ്. രേവതിയുടെ ശബ്ദത്തിൽ നേരിയൊരു ദുഃഖം കലർന്നു. പിന്നെ എന്തിനാണ് വിൽക്കുന്നത്? വേറെ ഒരു വഴിയുമില്ലേ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. വിൽക്കാതിരിക്കാനുള്ള അവസാന ശ്രമമാണ് ഈ യാത്ര. അതിന് നിന്റെ സഹായം എനിക്ക് വേണ്ടിവരും, രേവതി പറഞ്ഞു. ഇത്രയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഏതായാലും എനിക്ക് കഴിയില്ല, അവൾ കൂട്ടിച്ചേർത്തു. കൂടെ വരാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്കാണ് ലോട്ടറി അടിച്ചത്. ഇത്രയും മനോഹരമായ സ്ഥലം കാണാനും അറിയാനും പറ്റിയില്ലേ? പിന്നെ മിസ്സിനോട് ഒരുപാട് അടുക്കാനും പറ്റി, അഭിഷേക് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. സന്ധ്യയോടടുത്ത് അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. ഒരു ചെറിയ കുഗ്രാമം. റോഡരികിൽ നിന്ന് അല്പം ഉള്ളിലോട്ടായി പഴയൊരു തറവാട്. ചുറ്റും റബ്ബർ തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും. കാറിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ മുഖത്തേക്കടിച്ച തണുത്ത കാറ്റ് നഗരജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളെല്ലാം ഇല്ലാതാക്കുന്നത് പോലെ രേവതിക്ക് തോന്നി. ചുറ്റും റബ്ബർ മരങ്ങളുടെയും കാപ്പിത്തോട്ടങ്ങളുടെയും നേർത്ത ഗന്ധം. നഗരത്തിൻ്റെ ബഹങ്ങളിൽ നിന്ന് ഏറെ അകലെ പ്രശാന്തമായൊരന്തരീക്ഷം. രേവതി മൊബൈലിൽ ഒരു കോൾ ചെയ്തു. അവിടെ അടുത്തുള്ള ഒരു സ്ത്രീയായിരുന്നു മറുതലയ്ക്കൽ. ചേച്ചി, ഞാൻ എത്തി. ആ, എത്തിയോ മോളെ? ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വേഗം വരാം.
10 മിനിറ്റിനുള്ളിൽ ആ സ്ത്രീ വന്ന് വീടിൻ്റെ വാതിൽ തുറന്നു. അകത്തേക്ക് കയറിയതും ഒരു തരം ഇരുണ്ട തണുപ്പ് അവരെ പൊതിഞ്ഞു. മാസങ്ങളായി അടച്ചിട്ടതുകൊണ്ട് ഒരു തരം പഴകിയ മണം അവിടെ തങ്ങി നിന്നിരുന്നു. ജനലുകൾ തുറന്ന് അവൾ കാറ്റും വെളിച്ചവും കടത്തിവിട്ടു. ഒരുവിധം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മോളെ, ആ സ്ത്രീ പറഞ്ഞു. കറണ്ട് ഉണ്ടോ ചേച്ചി? രേവതി ചോദിച്ചു. നേരത്തെ ഉണ്ടായിരുന്നു, നോക്കട്ടെ. അവർ സ്വിച്ചിട്ടു. മങ്ങിയ മഞ്ഞ വെളിച്ചം മുറിയിൽ പരന്നു. ലൈറ്റുകൾക്ക് വലിയ വെളിച്ചമില്ലെന്ന് തോന്നുന്നു. കുറച്ച് നാളായി ആരും വന്നിട്ടില്ലല്ലോ. അല്ല, ഇതാരാ മോളെ ഈ കൊച്ച്? എനിക്കറിയാവുന്ന ആളല്ലല്ലോ. അവൻ എൻ്റെ സ്റ്റുഡൻ്റാ ചേച്ചി. ഞാൻ കൂട്ടിന് കൂട്ടിയതാ. ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വരേണ്ടതല്ലേ? ആ, അങ്ങനെ പറ. ഒരു മുറി മാത്രമേ ഞാൻ വൃത്തിയാക്കിയുള്ളൂ. മറ്റേ മുറി ഞാൻ വേഗം വൃത്തിയാക്കാം മോളെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി. സന്ധ്യ ആവാനായില്ലേ, ചേച്ചി പൊയ്ക്കോളൂ. ആണോ? എങ്കിലേ ഞാൻ പോകുക. ആഹാരം ഞാൻ കൊണ്ടുവരാം, കുറച്ച് കഴിഞ്ഞേച്ചും. അയ്യോ ചേച്ചി, ഒന്നും വേണ്ട. ഞങ്ങൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് വാങ്ങിക്കുകയും ചെയ്തു. ഇന്നിത് മതി, നാളെ അവിടെ നിന്ന് കഴിക്കാം. രേവതി സ്നേഹപൂർവ്വം നിരസിച്ചു. എങ്കിലേ ചേച്ചി പോവുക. ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. വിളക്കിൽ എണ്ണയില്ല, മെഴുകുതിരിയുണ്ട്. അഥവാ കറണ്ട് പോയാൽ ഉപയോഗിക്കാമല്ലോ. ഓ ശരി. ചേച്ചി പോയതിനു ശേഷം അഭിഷേക് ഉള്ളിലേക്ക് കയറി. അവൻ തോളിലെ ബാഗ് താഴെ വെച്ച് ചുറ്റും നോക്കി. പഴയ തടിയിൽ തീർത്ത ഭിത്തികളും തട്ടുപൊളിഞ്ഞ മേൽക്കൂരയും പൊടി പിടിച്ച സാധനങ്ങളുമെല്ലാം ആ വീടിൻ്റെ പഴമ വിളിച്ചോതി. എങ്കിലും ഒരുതരം സൗന്ദര്യവും ഗൃഹാതുരത്വവും അവിടെ ഉണ്ടായിരുന്നു. കുളിമുറി പുറത്താണ്. നന്നായി ഇരുട്ടുന്നതിന് മുമ്പ് കുളിച്ചു കയറണം, രേവതി പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഡ്രസ്സും തോർത്തുമെടുത്ത് കുളിക്കാൻ പോയി. അവിടെ ആകെ ഒരു പ്രേത സിനിമയിൽ കാണുന്നത് പോലെ അവന് തോന്നി. അധിക സമയമെടുക്കാതെ അവൻ കുളിച്ചു വന്നു. പിന്നാലെ രേവതിയും കുളിക്കാൻ പോയി. ഒരു നീല നിറത്തിലുള്ള അല്പം അയഞ്ഞ ടീഷർട്ടാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ആ വസ്ത്രത്തിൽ കൂടുതൽ ആകർഷകയായി തോന്നി. അഭിഷേക് ഇടം കണ്ണിട്ട് അവളെ നോക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ടീച്ചറെ അവൻ ഇങ്ങനെയൊരു വേഷത്തിൽ കാണുന്നത്. ആ വസ്ത്രം അവളുടെ ശരീരത്തിന് ഒരു തരം മാതകത്വം നൽകിയിരുന്നു. അവൻ്റെ ഉള്ളിലെ വികാരം പതിയെ ഉടലെടുക്കാൻ തുടങ്ങി. സമയം കടന്നുപോയി. രാത്രിയോടെ വീടിനൊരു തരം ജീവൻ വെച്ചതുപോലെയായി. മുറികളിൽ മങ്ങിയ വെളിച്ചം പരന്നു. തണുപ്പ് കൂടിക്കൂടി വരുന്നു. അവർ അടുക്കളയുടെ വരാന്തയിലിരുന്ന് ചൂട് ചായ കുടിച്ചു. ചുറ്റും ഇരുട്ട് പരന്നു. ദൂരെ എവിടെയോ ഒരു നായ ഊരിയിടുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രത്യേക ഫീലുണ്ട് മിസ്, അഭിഷേക് പറഞ്ഞു. സിറ്റിയിലെ തിരക്കുകളൊന്നുമില്ല, വല്ലാത്തൊരു ശാന്തത. അതെ, ഈ വീടിന് ഒരുപാട് ഓർമ്മകളുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ഇവിടെയായിരുന്നു. രേവതിയുടെ ശബ്ദമിടറി. ഇതൊന്നും വിൽക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. മിസ്, ഒന്ന് ചോദിച്ചോട്ടെ, എന്താണിത് വിൽക്കാനുണ്ടായ കാരണം? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ. അമ്മയുടെ തറവാടാണിത്. മുത്തശ്ശൻ്റെ കാലശേഷം അമ്മയുടെ പേരിലും പിന്നീട് എൻ്റെ പേരിലുമായി. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ബഹുഭൂരിഭാഗവും ഇവിടെയായിരുന്നു. വല്ലാത്തൊരടുപ്പമാണ് ഈ വീടിനോടും ഈ പ്രദേശത്തോടുമൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് വിദേശത്താണെന്ന്. സത്യം പറഞ്ഞാൽ അങ്ങേരവിടെ പെട്ടുകിടക്കുക. ഒരു ചെക്ക് കേസിലകത്താണ്. പാർട്ട്ണർ ചതിച്ചതാണ്. കുടുങ്ങിയത് അങ്ങേരും. 40 ലക്ഷം രൂപ കൊടുത്താൽ അദ്ദേഹത്തെ വെറുതെ വിടാമെന്ന് സ്പോൺസർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 14 മാസമായി ഉള്ളിലാണ്. ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. അവൾ തുടർന്നു. അവളുടെ വിവരണം കേട്ടപ്പോൾ അവനും വിഷമമായി. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. മിസ് വിഷമിക്കാതിരി. എല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ കഴിയും. പെട്ടെന്ന് ലൈറ്റുകൾ മിന്നിക്കെട്ടു. വീട് കൂരിരുട്ടിലായി. പുറത്തുനിന്ന് തണുത്ത കാറ്റ് കൂടുതൽ ശക്തിയോടെ വീടിനകത്തേക്ക് ആഞ്ഞു വീശി. ഒരു മിന്നൽ പിണർ കടന്നുപോയപ്പോൾ
വീടിൻ്റെ ഭിത്തികളിൽ മരങ്ങളുടെ നിഴലുകൾ ഭീകരമായി ചലിച്ചു. അയ്യോ, കറണ്ട് പോയോ? അഭിഷേകിൻ്റെ ശബ്ദത്തിൽ ഒരു തരം ഭയം കലർന്നിരുന്നു. ഇവിടെ ഇങ്ങനെ കറണ്ട് പോകുന്നത് പതിവാണ്. മെഴുകുതിരി കത്തിക്കാം. രേവതി തൻ്റെ ഫോണിലെ ടോർച്ച് ഓൺ ചെയ്തു. നേരത്തെ വെളിച്ചം മാത്രം അവിടെ പരന്നു. പുറത്ത് കാറ്റിൻ്റെ ശബ്ദവും ചീവീടുകളുടെ കരച്ചിലും മാത്രം. ആ പഴയ വീട്ടിലെ ഭീകരമായ നിശബ്ദത അവരെ വല്ലാതെ വേട്ടയാടി. തണുപ്പ് കൂടി വരുന്നുണ്ടല്ലോ. രേവതി തൻ്റെ കൈകൾ കൂട്ടിത്തിരുമ്മി. എനിക്ക് തണുപ്പ് ഒട്ടും ഇഷ്ടമല്ല, അവൾ ആത്മഗതം പോലെ പറഞ്ഞു. നമുക്ക് വിറക് കത്തിച്ച് തീ കായാം, അഭിഷേക് പറഞ്ഞു. രേവതി തൻ്റെ മുറിയിലേക്ക് നടന്നു. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ജാക്കറ്റ് കൂടെ ഇടാമെന്ന് അവൾ കരുതി. രേവതി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അഭിഷേക് അടുപ്പിൽ തീ കത്തിച്ചടുത്തിരിപ്പുണ്ടായിരുന്നു. തീയുടെ വെളിച്ചം അവരുടെ മുഖത്ത് ചുവപ്പ് രാശി പരത്തി. അവൾ അവനടുത്തേക്ക് വന്നിരുന്നു. തണുപ്പ് കുറവുണ്ടോ ഇപ്പോൾ? അഭിഷേക് ചോദിച്ചു. ഉണ്ട്, അവൾ പതിയെ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ അറിയാതെ അവളിലേക്ക് പാളി വീണു. രേവതി അവൻ്റെ നോട്ടം അറിഞ്ഞില്ലെങ്കിലും ആ നിശബ്ദതയിൽ അവർക്കിടയിൽ ഒരു തരം പുതിയ അടുപ്പം രൂപപ്പെട്ടു. അവരുടെ കണ്ണുകൾ ഇടയ്ക്കിടെ കൂട്ടിമുട്ടി. ഓരോ നോട്ടത്തിലും മുൻപുണ്ടായിരുന്ന അധ്യാപിക വിദ്യാർത്ഥി എന്ന വേർതിരിവില്ലാതാകുന്നത് അവർ അറിഞ്ഞു. ആ തണുത്ത രാത്രിയിൽ ഒരു പഴയ വീടിൻ്റെ നിശബ്ദതയിൽ അവർക്കിടയിൽ എന്തോ പുതിയതൊന്ന് പിറവിയെടുക്കുകയായിരുന്നു. തണുപ്പ് കൂടി വന്നപ്പോൾ രേവതിക്ക് നേരിയൊരു വിറയൽ അനുഭവപ്പെട്ടു. നമുക്ക് കിടക്കാൻ പോകാം, രേവതി പതിയെ പറഞ്ഞു. ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ? ആകെ ഒരു മുറി മാത്രമേ തൽക്കാലം ഉപയോഗിക്കാനാകൂ. അഭിഷേക് തലയാട്ടി. അവൻ അവൾക്ക് പിന്നാലെ നടന്നു മുറിയിലേക്ക് കയറി. അവിടെ ഒരു തടി കൊണ്ടുള്ള വലിയ കട്ടിലുണ്ടായിരുന്നു. അതിലൊരു നേർത്ത മെത്തയും. നീ കട്ടിലിൽ കിടന്നോളൂ, ഞാൻ താഴെ പായ വിരിച്ച് കിടന്നോളാം, രേവതി പറഞ്ഞു. അത് വേണ്ട, താഴെ ഞാൻ കിടന്നോളാം. അത് ശരിയാവില്ല, നീ ഇന്ന് ഇവിടുത്തെ ഗസ്റ്റാണ്. ഇമ്മാതിരി മരം കോച്ചുന്ന തണുപ്പത്ത് മിസ് എങ്ങനെ നിലത്ത് കിടക്കാനാണ്? അങ്ങനെ എനിക്ക് മേലെ കിടന്ന ഉറക്കം വരുമെന്ന് തോന്നുന്നുണ്ടോ? അത് കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ മിസ് തെറ്റിദ്ധരിക്കരുത്, അവൻ അല്പം ഉത്കണ്ഠയോടുകൂടി പറഞ്ഞു. എന്ത് തെറ്റിദ്ധരിക്കാൻ? അവൾ ചോദിച്ചു. ഏതായാലും തറയിൽ കിടക്കുന്നത് വലിയ പാടാണ്. അപ്പുറത്തെ മുറിയാണെങ്കിൽ വൃത്തിയുമില്ല. ഇവിടെയുള്ളതാവട്ടെ വലിയൊരു കട്ടിലും. നമ്മൾ 2 പേർ കിടന്നാലും പിന്നെയും സ്ഥലം ഇഷ്ടം പോലെ ബാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പേർക്കും മേലെ തന്നെ കിടന്നുകൂടെ? അവൻ ധൈര്യം സംഭരിച്ച് ചോദിച്ചു. ഞാനും അത് ആലോചിച്ചതാണ്. നിനക്ക് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയാണ് പറയാതിരുന്നത്, രേവതി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം അവൾ അവനെ നോക്കി. മങ്ങിയ പ്രകാശത്തിലും അവൻ്റെ മുഖം പ്രകാശിക്കുന്നതായി തോന്നി. പിന്നെ പതിയെ അവൾ കട്ടിലേക്ക് കയറി അഭിഷേകിൻ്റെ അടുത്തായി അല്പം അകലം പാലിച്ച് കിടന്നു. പുറത്ത് കാറ്റിൻ്റെ ശബ്ദം മാത്രം. അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. പക്ഷേ ആ മൗനത്തിൽ ഒരു തരം പുതിയ അടുപ്പവും വൈകാരികമായൊരു സുരക്ഷിതത്വവും നിറഞ്ഞിരുന്നു. അധ്യാപികയും വിദ്യാർത്ഥിയും എന്ന വേർതിരിവുകൾ ആ നിമിഷം അപ്രസക്തമായിരുന്നു. പരസ്പരം താങ്ങും തണലുമാകാൻ കഴിയുന്ന 2 മനുഷ്യജീവികൾ മാത്രമായിരുന്നു അവർ. ഇപ്പോൾ തണുപ്പ് കുറവുണ്ടോ? അഭിഷേക് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അവൻ്റെ ശബ്ദം ആ നിശബ്ദതയിൽ നേർത്തൊരു മുഴക്കമുണ്ടാക്കി. കുറവുണ്ട്, രേവതിയുടെ ശബ്ദം നേർത്തു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെടുക്കുമായിരുന്നു എന്നെനിക്കറിയില്ലായിരുന്നു അബി. അതൊന്നും സാരമില്ല മിസ്. മിസ്സിനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അവൻ അവളെ നോക്കി. ഇരുട്ടിൽ അവളുടെ മുഖം വ്യക്തമല്ലെങ്കിലും അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ ഊഹിച്ചു. കടമയോ? എന്നെ സഹായിക്കേണ്ട ഒരു കടമയും നിനക്കില്ലായിരുന്നു. രേവതിയുടെ ശബ്ദത്തിൽ നേർത്തൊരു നനവുണ്ടായിരുന്നു. ഞാൻ നിന്നെ എത്ര വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ?
എത്ര ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് മിസ്. അഭിഷേക് ചിരിച്ചു. പക്ഷേ മിസ് വഴക്ക് പറഞ്ഞതൊക്കെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നെന്ന് എനിക്കറിയാം. അന്ന് മിസ് ഒരു കർക്കശക്കാരിയായ ടീച്ചറായിരുന്നു. ഇന്ന് എൻ്റെ നല്ലൊരു കൂട്ടുകാരിയാണ്. അവൻ പതിയെ കൈനീട്ടി അവളുടെ കൈകളിൽ തഴുകി. ആ സ്പർശനം അവൾക്കൊരു നടുക്കമുണ്ടാക്കി. അവളുടെ കൈകൾക്ക് വല്ലാത്തൊരു തണുപ്പായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു അബി, രേവതി പതിയെ പറഞ്ഞു. അദ്ദേഹം വിദേശത്തായതുകൊണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നു. ചില സമയത്ത് വല്ലാത്തൊരു ഭാരം തോന്നും. മിസ്സിന് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത്. അഭിഷേക് അവളുടെ കൈകളിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കൂടെ ഉണ്ടാകും. ആ വാക്കുകൾ രേവതിയുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അഭിഷേക് അല്പാൽപമായി അവളിലേക്ക് അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അബി, നിന്നെപ്പോലൊരു സുഹൃത്തിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ചിലപ്പോൾ ഞാൻ ആരെയും അത്രയധികം അടുപ്പിക്കാറില്ലായിരുന്നു. അതെൻ്റെ ഒരു സ്വഭാവമാണ്. എൻ്റെ വിഷമങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ സ്വഭാവം പോലും എല്ലാറ്റിനും ഒരു മറയായി നിർത്താൻ വേണ്ടി പരുവപ്പെടുത്തിയത് അങ്ങനെയാണ്. എനിക്കറിയാം മിസ്, അഭിഷേക് പറഞ്ഞു. ഇപ്രാവശ്യം അവൻ രേവതിയുടെ മുൻകൈയിൽ പൂർണ്ണമായി തൻ്റെ കൈകൾ കോർത്തിരുന്നു. മിസ്സിന് ചുറ്റും ഒരു മതിൽ കെട്ടിയതുപോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ മതിലിനപ്പുറം വളരെ നല്ലൊരു മനസ്സുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. അവൾ അവൻ്റെ കൈകൾ കൂടുതൽ മുറുകെ പിടിച്ചു. അഭിഷേക് രേവതിയുടെ സൈഡിലേക്ക് വശം തിരിഞ്ഞാണിപ്പോൾ കിടക്കുന്നത്. അവൻ അവളുടെ തൊട്ടരികിലായുണ്ട്. മിസ്സേ, അവൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. അവൾ മൂളി. വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എനിക്ക് മടുത്തു അബി, ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. അങ്ങനെയൊന്നും പറയില്ലേ, ഞാനുണ്ടാവും കൂടെ. ഒരു പെണ്ണിന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ യഥാസമയം കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന മാനസിക പിരിമുറുക്കം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവൾ തുടർന്നു. അവനൊന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. രേവതി അഭിക്ക് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു. ഇരുവരും ഇമ വെട്ടാതെ പരസ്പരം നോക്കി. ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലിടും. ഇപ്പോൾ ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വിത്ത് ലവ്, അലീന.